ഞങ്ങളിങ്ങനെ പത്തോം ബീച്ച് മെട്രോ സ്റ്റേഷനാണത്. അവിടെ നിന്ന് നേരെ സിയാം പാരഗൺ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. ഇവിടെ ഒരു ഫൗണ്ടെയിൻ ആണ്, വാട്ടർ ഫൗണ്ടെയിൻ. യെസ് ഗായ്സ്, അങ്ങനെ നൈറ്റ് ഞങ്ങള് ബംഗ്ലാ സ്ട്രീറ്റിൽ പോയിക്കൊണ്ടിരിക്കുക പത്തോങ്ങ്. അവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ. നമ്മൾ പോണ വഴി ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. പോയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള അവിടെ. യെസ് ഗായ്സ്, ഞങ്ങളിങ്ങനെ പത്തോങ് ബീച്ച് അതാ ബംഗ്ലാ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അതേപോലെ തന്നെ പബ്ബ്, ഫുൾ ഷോപ്പിംഗ് വൈബാണ് ഇവിടെ. ഫുള്ള് സൗണ്ടാണ്, അതാണ് ഇവിടെ മെയിൻ. സൗണ്ട് എല്ലാ ഷോപ്പിൽ നിന്ന്, എന്തിൻ്റെ ഷോപ്പായാലും അവിടെ സോങ് ഉണ്ടാവും. അതും ഫുൾ സൗണ്ടിലിട്ടിട്ട് നല്ല DJ ആക്കിയിട്ട് ഫുള്ള്. പിന്നെ അതേപോലെ തന്നെ സ്ക്രീൻസ്, വേറെ വൈബാണ് അവിടെ. ഞങ്ങൾ ബംഗ്ലാ വാൽക്കിൻസിലെത്തി. ഇവിടുന്നാണ് മെയിൻ വൈബ് തുടങ്ങണത്. ഇവിടെ നമുക്ക് പല മോഡൽ ആൾക്കാരും കാണാം. ഇവിടെ പലതും വെക്കുന്ന ആൾക്കാരും കാണാം. സിഗരറ്റ് ആയാലും കഞ്ചാവ് എല്ലതും ഫുള്ള് ഇവിടെ ഇതാണ് ആൾക്കാർ. ഇപ്പം ടൈം ഏകദേശം 12 മണി കഴിഞ്ഞ്. ആൾക്കാർക്ക് ഒരു കുറവില്ല ഇവിടെ, ഫുള്ള് തിരക്കാം. ഇവിടെ നമ്മൾ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കണ ആൾക്കാരൊക്കെ കാണാം. അതൊക്കെ പിന്നെ ഇവിടെ അലൗഡാണ്. തായ്ലാൻഡിൽ പിന്നെ ലീഗൽ അതൊക്കെ. ഇഷ്ടം പോലെ ആൾക്കാരാണ്. പല രീതിയിലും ഇവിടെ പൈസ ഉണ്ടാക്കുന്ന പല ആൾക്കാരും ഉണ്ട്. തായ്ലാൻഡ് എന്ന് പറയാം ടൂറിസം മാത്രമാണ് എനിക്ക് തോന്നുന്നത് അവരെ വരുമാനം. യെസ്, അങ്ങനെ നമ്മൾക്ക് ബീച്ച് സൈഡിലുള്ള പത്തോങ്ങിൻ്റെ ബോർഡ് കാണാം. അവിടെ ഫുള്ള് പ്രോഗ്രാമാണ്. ഓരോരുത്തർ പാട്ട് പാടുന്ന, അതിൻ്റെ കൂടെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ ഇരിക്കാൻ ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചാൽ അറിയാം, ഇവിടെ ഇരിക്കണമെന്ന് സീറ്റ്, അതിന് മണിക്കൂറിന് ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. നമുക്ക് അവിടെ വേറൊരു ബീച്ച് കാണാം. ഇവിടെ ഫുൾ ബീച്ചസാണ്. അവിടെ വേറൊരു ബീച്ചുണ്ട്, അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ കാണാം കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബീച്ച് കാണാം. മൊത്തത്തിൽ ഓണാണ് ഇവിടെ. 2004 സുനാമിയിൽ ഒരുപാട് ആൾക്കാരെ ജീവനെടുത്ത ബീച്ചാണിത്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ, കുറേ ടൂറിസ്റ്റായാലും ഫോറിനേഴ്സായാലും എല്ലാവരും ഇവിടുന്ന് മരണപ്പെട്ടിരിക്കണം 2004 സുനാമിയിൽ. ഇവിടെ പത്തോങ് ബീച്ചിൽ ഇവിടെ നമുക്ക് കാണാം പാട്ടിന് ശേഷം ഇവിടെ ആട്ടം കൂത്തൊക്കെ. അവിടെ കാർണിവൽ മാജിക്കിൻ്റെ പരസ്യം കാണാം. കാർണിവൽ മാജിക് അടിപൊളി പരിപാടി, ലൈറ്റ് ഷോ ആണ്. പത്തോങ് ബീച്ചിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ് റൂമൊക്കെ. ആ റൂം തിരിച്ച് 100 മീറ്റർ അടുത്താണ് ബംഗ്ലാ റോഡിൻ്റെ. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് കാർണിവൽ മാജിക്കിൻ്റെ പരസ്യം, പത്തോങ് ബീച്ച്, ഫുക്കറ്റ്, തായ്ലാൻഡ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഒന്നും കേൾക്കില്ല, ഫുള്ള് സൗണ്ടാവും. സോ ഗൈസ്, കയറിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. ഫുള്ള് ഓരോ പരിപാടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെങ്ങനെ വശീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക. ഓരോരുത്തരും നിർത്തിക്കണം അതിന്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ വീണ് ഞാൻ കാണുന്നത് ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് വേണ്ട തരത്തിൽ. സായിപ്പുകൾ അല്ലെങ്കിൽ ഫോറിനേഴ്സൊക്കെ ആദ്യം ചെയ്യണത് അവരൊരു എന്താ ചെയ്യും, പബ്ബ് കയറും, കള്ളുപിടിച്ചിരിക്കും, അതിൻ്റെ പരിപാടി. ഇന്ത്യക്കാരാണ് ഉടായ്പിനൊക്കെ പോവുക.
പബ്ബാണ് പബ്ബ്. ഹലോ ഗായ്സ്, ലാസ്റ്റ് ഡേ ഇൻ ഫുക്കറ്റ്. ഞങ്ങളിപ്പോൾ 3:45 പോവാണ് ബാങ്കോക്ക്. ഏകദേശം 6:30 ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്തേക്കാണ്. 1000 തായ്പാത്താണ് രാത്രി ഇവിടുന്ന് എയർപോർട്ട് ട്രാൻസ്ഫർ ഹോട്ടലിൽ നിന്ന് 10 സോ ഞങ്ങൾ എന്ത് ചെയ്യുക, എയർപോർട്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ തരാം. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന കാറാണിത്. ഇവിടെ എപ്പോഴും ആൾക്കാർ പുറത്തൊക്കെ കേട്ടോ. 3:45 ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുണ്ട്, റോഡിലൊക്കെ ഉണ്ട്. നേരെ എയർപോർട്ടിൽ പോവാണ്. സോ ഗൈസ്, ചെക്ക് ഇൻ കഴിഞ്ഞു, അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു. ഗേറ്റിക്ക് പോയി. അതിൻ്റെ മുന്നേ ലോഞ്ച് ഓപ്പൺ ആണെങ്കിൽ ലോഞ്ച് കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും. പോയൊക്കെ എന്തായാലും. സോ ഗൈസ്, ഫ്ലൈറ്റ് കയറി. ലോഞ്ച് 6 മണിക്ക് തുറക്കുള്ളൂ പറഞ്ഞു. സോ ലോഞ്ച് കയറാൻ പറ്റില്ല, ബോർഡിങ് എന്നോട് ഇരിക്കായിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പോൾ പിന്നെ 6 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ബോർഡിങ് തുടങ്ങി ചെയ്ത് ലോഞ്ച് കയറാനുള്ള ടൈം കിട്ടിയിട്ടില്ല. സെയിം നമ്മളിന്നാൾ വന്ന എയർ ഇന്ത്യൻ്റെ അത് സെയിം തന്നെ, A320 എയർബസ് A320. കുഴപ്പമൊന്നുമില്ല. പുഷ് ബാക്ക് ചെയ്ത് സൺറൈസ് ഉണ്ടോ.ครอบหน้ากากไว้บริเวณจมูกและปากสวมสายรัดรอบศีรษะให้แน่นทั้งนี้เมื่อดึงหน้ากากลงมาഇവിടെ കണ്ണിൽ കാണാം. ഗൈസ്, 1 hour ഷോർട്ട് ഫ്ലൈറ്റിന് ശേഷം ഡോൺ മുവാങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് DMK നമ്മുടെ ബാങ്കോക്കിലുള്ള ഇവിടെ എത്തിക്കണം. ഇനി ഇവിടുന്ന് മിക്കവാറും മെട്രോ എടുത്തിട്ട് തന്നെ പോവാം. ഇഷ്ടംപോലെ ടൈമുണ്ട് ഇനി അടുത്ത ഹോട്ടൽ ചെക്കിങ്ങിന്. ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല ലക്ഷറി ഉള്ള ഹോട്ടലിലാണ് നിൽക്കണം, അതും റിവർ സൈഡിലുള്ള. ഇവിടെ നമുക്ക് എയർ ഏഷ്യൻ്റെ ഒരു A320 എടുക്കണതാണ്. നമ്മൾ വന്ന A320 ആണിത്. ഇത് വേറൊരു A320. ഞങ്ങളുടെ നോക്കിയറിൻ്റെ ഒരു വിമാനമാണ്, Boeing 737. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തായ് ലയൺ, മായി എന്നൊക്കെ പറയുന്നത് കുറേ വിമാനങ്ങൾ ഇവിടെ കാണാം. ഒരു പാക്കേജ് ഇവിടുന്ന് ഞങ്ങൾ അന്ന് ഫുക്കറ്റ് പോകുമ്പോൾ കൊടുത്തു പോയിരുന്നല്ലോ, അത് തിരിച്ചു വാങ്ങണ ഏരിയ തപ്പി നടക്കിയത്. ലാസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടെ പോയോക്കട്ടെ കുറേ നടക്കാണ്ട്. ഇവിടെയാണ് ഗൈസ് ലെഫ്റ്റ് പാക്കേജ് ഉണ്ടല്ലേ, ഞങ്ങളത് കൊടുത്തത്. പോകുമ്പോൾ ടോളി കൊടുത്ത് ഞാൻ തിരിച്ചു വാങ്ങാൻ പോയി. ലഗേജ് കിട്ടി, അതിവിടെ വെച്ച് പോയതായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഏഷ്യയിൽ 500 ബാത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ എക്സ്ട്രാ ലഗേജ് കൊണ്ടുപോകണം. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ എന്ത് ചെയ്തു ഇതിൽ വെച്ച് പോയി. അതാകുമ്പോൾ 225 ബാത്തായി 3 ദിവസത്തിന് കേട്ടോ സ്റ്റോറേജിന്. നൈറ്റ് വന്നില്ല, സെയിം റൂട്ടാണ് തിരിച്ചു പോണത്. സിയാമിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഡോൺ മുവാങ് ഇവിടെ കാണാം. ഇവിടുന്ന് എന്ത് ചെയ്യും, റെഡ് ലൈനാണ് ഇവിടുന്ന് സിറ്റിക്കുള്ളത്. സിറ്റിക്ക് പോയിട്ട് ക്രോം തേപ്പ് അഫിവെട്ട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് ബ്ലൂ ലൈനിക്ക് മാറും. ബ്ലൂ ലൈനിൽ നിന്ന് ബാങ്സൂയി ഇറങ്ങിയിട്ട് ബാങ്സൂയി എന്ത് ചെയ്യും, അവിടുന്ന് ഗ്രീൻ ലൈനിക്ക് മാറും. ഗ്രീൻ ലൈനിൽ നിന്ന് പിന്നെ സിയാമ പോയി ഇറങ്ങാം.
ഗായ്സ് നമുക്ക് ഈ ഡോൺമോങ് റെഡ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ റൺവേ കാണാം. അവിടെ ഒരുപാട് ഫ്ലൈറ്റ് പോകുന്നത് കാണാം. നമുക്ക് ഇഷ്ടം പോലെ ഫ്ലൈറ്റ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ചാൽ ക്രൂം തേപ്പ് അഫ്വട്ടിലെത്തി. ഇവിടുന്ന് ബ്ലൂ ലൈനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യും ഗ്രീൻ ലൈന് അടുത്ത സ്റ്റേഷന്. ബ്ലൂ ലൈൻ കയറി പിന്നെ ഗ്രീൻ ലൈൻ കയറണം. ബ്ലൂ ലൈനിൽ വന്നിട്ട് നേരെ ചതൂച്ചക് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങാം. ഇവിടുന്ന് ഞാൻ ഗ്രീൻ ലൈനിലേക്ക് മാറണം. നമ്മൾ വന്നത് ഫസ്റ്റ് ഡോൺമോങ് അഫിവട്ട് എന്നുള്ള സ്ഥലത്തേക്ക്. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്ത് ബാങ്സുയി എന്നാൽ ചപ്പിവട്ടം തന്നെ ബാങ്സുയി എന്നാണ്. ബ്ലൂ ലൈനിൻ്റെ പേര് ബാങ്സുയി എന്നാണ്. ബാങ്സുയിന്ന് ചതൂച്ചക് പാർക്ക്. ഇനി ചതൂച്ചക് പാർക്കിൽ നിന്ന് അതൊക്കെ തോന്നണ ഗ്രീൻ ലൈനിൽ അതിന് പറഞ്ഞ പേര് മോച്ചിട്ട് തോന്നണം. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം സിയാമ് പോകണം. ഇതാണ് മോച്ചിട്ട് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഇതാണ് ഗ്രീൻ ലൈൻ തുടങ്ങുന്നത്. BTS എന്ന് പറഞ്ഞ ഗ്രീൻ ലൈൻ. ഇവിടെ നിന്ന് നമ്മളെന്ത് ചെയ്യും സിയാം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോകും. അവിടേക്ക് നമുക്കൊന്ന് പോകാനുള്ളത്. സിയാം മെട്രോ സ്റ്റേഷനാണത്. അവിടെ നിന്ന് നേരെ സിയാം പാരഗൺ എന്ന് പറഞ്ഞൊരു മാളുണ്ട് ഇവിടെ. ലക്ഷറി മാളാണ്. ലൂയി വുട്ടോണ്, ഹെർമസ് എല്ലാം ഉള്ള ഒരു ലക്ഷറി മാൾ അവിടെ. നല്ല രസമുള്ള നമുക്ക് ഇവിടെ ഇതിൻ്റെ കാഴ്ചകൾ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് സിയാം സെൻട്രൽ പോയിൻ്റ് ഉണ്ട്. സിയാം സെൻട്രൽ മാൾ എന്ന് പറഞ്ഞിട്ട് 3-4 മാൾ അടുപ്പിച്ചിട്ടുണ്ട് ഇവിടെ. നല്ല രസത്തിൽ കണ്ട ഡിസ്കവർ തായ്ലാൻഡിൻ്റെ പരസ്യമാണിത്. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഫുൾ ലക്ഷറി ബ്രാൻഡാണ്. ഹെർമസ്, പ്രാഡ, ഗുച്ചി, YSL എല്ലാ ബ്രാൻഡും ഉണ്ട് ലക്ഷറി ആയിട്ടുള്ള. ഇവിടെ നമുക്ക് കാണാം ഗുച്ചി, ചാനൽ, ലൂയി വുട്ടോൺ, ഡയോർ, ഫെൻഡി എല്ലാ ബ്രാൻഡും ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെ നമുക്ക് G-Shockൻ്റെ ഒരു ഷോറൂം കാണാം. പിന്നെ സൗണ്ട് ലാബ്, എലമെൻറ്റ് 72, റോൾസ് റോയ്സിൻ്റെ ഒരു ഷോറൂമാണ് അവിടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മിനി കൂപ്പറിൻ്റെ ഒരു ഷോറൂമുണ്ട്, BMW ഷോറൂമുണ്ട്. പിന്നെ അപ്പുറത്ത് ടെസ്ലൻ്റെ ഷോറൂമുണ്ട്, സോണി. ഫുള്ള് ഷോറൂംസാണ് ഈ ഫ്ലോറിൽ. കാറ്, ബൈക്കിൻ്റെ ഒക്കെ കാണാം. BMW, ടെസ്ല എല്ലാം ഉണ്ടാണ് അവിടെ. അങ്ങനെ കയറി ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിൻ്റെ മുകളിലെത്തി 4th ഫ്ലോറിൽ. ഇവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഫുഡ് കഴിക്കാനും വേണ്ടി. പിന്നെ ഇവിടെ ഒരു ഫൗണ്ടെയിൻ കാണാം, വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടല്ലേ. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു മാൾ, ലക്ഷറി മാളാണ് ഉണ്ട്. ഇതിനപ്പുറം തന്നെ എന്തുണ്ട് സിയാം സെൻറ്റർ എന്നുണ്ട്. അതൊരു മീഡിയം റേഞ്ച് വരുന്നത്. അഡിഡാസ്, പ്യൂമ അങ്ങനത്തെ നോർമൽ റേഞ്ച് ബ്രാൻഡൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ബ്രാൻഡ് ഉണ്ട്, സിയാം എന്താണ് സെൻറ്റർ പോയിൻ്റ് പറഞ്ഞിട്ട്. അതൊരു മാളാണ്. അതിലും കുറഞ്ഞ ബ്രാൻഡുകൾ എല്ലാം നടക്കും ഇവിടെ വന്നാൽ. സിയാമിന് വന്നാൽ ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ. ഞാനൊരു 1/2 hour ആ മാളിന് ചിലവഴിച്ച് സ്റ്റാർ. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്ത് ചെയ്ത് നേരെ കണ്ടിറങ്ങി. ഇവിടെ ഒരു പ്രോഗ്രാം എടുക്കുന്നുണ്ട് സിയാം പാരഗണിൻ്റെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സിയാം മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ.